നമസ്കാരം. സക്സസ് പാത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മോക്ക് ടെസ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. കൂടാതെ നമ്മുടെ ചാനലിൽ നടത്താൻ പോകുന്ന ആദ്യത്തെ ഗിവ് അവേക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗിവ് അവേയിൽ എങ്ങനെ പങ്കെടുക്കാം എന്നുള്ളതിന്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്യുക. ഇനി ഈ ഒരു വീഡിയോയിൽ 20 ക്വസ്റ്റ്യൻ ആണ് മോക്ക് ടെസ്റ്റിലുള്ളത്. അതിലൊരു 3 ക്വസ്റ്റ്യന് ഗിവ് അവേക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ 3 ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് ആൻസർ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. 3 ആൻസറും കൂടി ചേർത്ത് ഒരു കമന്റ് ഇട്ടാൽ മതിയാകും. അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന വിന്നറിന് ക്യാഷ് പ്രൈസ് ആണ് കൊടുക്കുന്നത്. 100 രൂപയാണ് ഇപ്പോഴത്തെ നമ്മുടെ ക്യാഷ് പ്രൈസ്. തുടക്കമായതുകൊണ്ടാണ്. പരിപാടി ഗംഭീരമാകും തോറും ക്യാഷ് പ്രൈസ് കൂട്ടും, അല്ലെങ്കിൽ വിന്നേഴ്സിന്റെ എണ്ണം കൂട്ടുന്നതായിരിക്കും. എന്തായാലും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത്? ഓപ്ഷൻസ്: അമേരിക്ക, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക. ശരി ഉത്തരം ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ: ഇവയിൽ ബംഗാൾ കടുവയുടെ പ്രധാന ആവാസ കേന്ദ്രമായ ദേശീയ ഉദ്യാനം ഏതാണ്? ഓപ്ഷൻസ്: ഹെമിസ്, കാസിരംഗ, മാനസ്, ഹസാരിബാഗ്. ശരി ഉത്തരം മാനസ് ആണ്. തന്നിരിക്കുന്നതിൽ ബംഗാൾ കടുവയുടെ പ്രധാന ആവാസ കേന്ദ്രമായ ദേശീയ ഉദ്യാനം ഏതാണ്? മാനസ്. അടുത്ത ക്വസ്റ്റ്യൻ: ഏതു രാജ്യത്തെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ വനിതകളുടെ പ്രഥമ അണ്ടർ 20 ലോകകപ്പ് ജേതാക്കളായത്? ഓപ്ഷൻസ്: ഇംഗ്ലണ്ട്, ദക്ഷിണാഫ്രിക്ക, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്. ശരി ഉത്തരം ഇംഗ്ലണ്ട് ആണ്. ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ വനിതകളുടെ പ്രഥമ അണ്ടർ 20 ലോകകപ്പ് ജേതാക്കളായത്. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യ സ്വതന്ത്രമായ വേളയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദം അലങ്കരിച്ചിരുന്നത് ആരാണ്? ഓപ്ഷൻസ്: മൗലാന അബ്ദുൽ കലാം ആസാദ്, JB കൃപാലനി, സർദാർ വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ. ശരി ഉത്തരം JB കൃപാലനിയാണ്. ഇന്ത്യ സ്വതന്ത്രമായ വേളയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷപദം അലങ്കരിച്ചിരുന്നത് JB കൃപാലനി. അടുത്ത ക്വസ്റ്റ്യൻ: മാതാപിതാക്കളുടെയും സമൂഹത്തിന്റെയും പിന്തുണയിലൂടെ കുട്ടികളെ ഗണിത പഠനത്തിൽ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ KDISC മുഖേന നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഓപ്ഷൻസ്: മഞ്ചാടി, എഞ്ചുവടി, മുന്നൊരുക്കം, KMAX. ഉത്തരം മഞ്ചാടിയാണ്. എന്താണ് മഞ്ചാടി പദ്ധതി? മാതാപിതാക്കളുടെയും സമൂഹത്തിന്റെയും പിന്തുണയിലൂടെ കുട്ടികളെ ഗണിത പഠനത്തിൽ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ KDISC മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മഞ്ചാടി. അടുത്ത ക്വസ്റ്റ്യൻ ഗിവ് അവേക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. ലോകത്ത് ആദ്യമായി പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച രാജ്യം? ഓപ്ഷൻസ്: ചൈന, റഷ്യ, ഇന്ത്യ, ദക്ഷിണാഫ്രിക്ക. ഒന്നും കൂടി ചോദ്യം പറയാം. ലോകത്ത് ആദ്യമായി പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച രാജ്യം. ഉത്തരം അറിയാവുന്നവര് കമന്റിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. 3 ക്വസ്റ്റ്യൻ ഉണ്ട്. 3 ക്വസ്റ്റ്യനും ആൻസർ ചെയ്യേണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ: 2023 ഓഗസ്റ്റിൽ സാങ്കേതിക തകരാറ് മൂലം പരാജയപ്പെട്ട റഷ്യയുടെ ചാന്ദ്ര ദൗത്യത്തിന്റെ പേരെന്ത്? ഓപ്ഷൻസ്: ആർടെമിസ്, മൂൺ സ്നിപ്പർ, അപ്പോളോ 80, ലൂണ 25. ശരി ഉത്തരം ലൂണ 25 ആണ്. 2023 ഓഗസ്റ്റിൽ സാങ്കേതിക തകരാറ് മൂലം പരാജയപ്പെട്ട റഷ്യയുടെ ചാന്ദ്ര ദൗത്യത്തിന്റെ പേരാണ് ലൂണ 25. അടുത്ത ക്വസ്റ്റ്യൻ: ബക്ഷി ജഗബന്ധുവിന്റെ നേതൃത്വത്തിൽ 1817 പൈക വിപ്ലവം നടന്നത് ഇന്നത്തെ ഏതു സംസ്ഥാനത്താണ്? ഓപ്ഷൻസ്: ഒഡീഷ, ബീഹാർ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്. ശരി ഉത്തരം ഒഡീഷയാണ്. ബക്ഷി ജഗബന്ധുവിന്റെ നേതൃത്വത്തിൽ 1817 പൈക വിപ്ലവം നടന്നത് ഒഡീഷയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഏതു രാജ്യത്തെ ഭരണകൂടത്തെ വിമർശിച്ചതിന്റെ പേരിലാണ് എഴുത്തുകാരനായ മെഹദി ബഹ്മാൻ തൂക്കിലേറ്റപ്പെട്ടത്? ഓപ്ഷൻസ്: ഇറാഖ്, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, സിറിയ. ശരി ഉത്തരം ഇറാനാണ്. ഇറാന്റെ ഭരണകൂടത്തെ വിമർശിച്ചതിന്റെ പേരിലാണ് എഴുത്തുകാരനായ മെഹദി ബഹ്മാൻ തൂക്കിലേറ്റപ്പെട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ: ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏതാണ്? ഓപ്ഷൻസ്: യുറേനിയം 238, കൊബാൾട്ട് 60,
റുബീഡിയം 87, കാർബൺ 12. ശരി ഉത്തരം കൊബാൾട്ട് 16 ആണ്. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് കൊബാൾട്ട് 60. അടുത്ത ക്വസ്റ്റ്യൻ, സൈന്യം വിശദ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന കൃതി രചിച്ച മുൻ കരസേനാ മേധാവി. ഓപ്ഷൻസ്: ജനറൽ ദീപക് കപൂർ, ജനറൽ VK സിംഗ്, ജനറൽ MM നരവനെ, ജനറൽ ബിപിൻ റാവത്ത്. ശരി ഉത്തരം ജനറൽ MM നരവനെ. സൈന്യം വിശദ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന കൃതി രചിച്ച മുൻ കരസേനാ മേധാവിയാണ് ജനറൽ MM നരവനെ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏത് മുൻ ചീഫ് സെക്രട്ടറിയുടെ ആത്മകഥയാണ് അടുത്തിടെ പുറത്തിറങ്ങിയ അതിജീവനം? ഓപ്ഷൻസ്: ഡോക്ടർ വിശ്വാസ് മേത്ത, GG തോംസൺ, നളിനി നെറ്റോ, ഡോക്ടർ VP ജോയ്. ശരി ഉത്തരം ഡോക്ടർ വിശ്വാസ് മേത്ത. കേരളത്തിലെ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ വിശ്വാസ് മേത്തയുടെ ആത്മകഥയാണ് അതിജീവനം. അടുത്ത ക്വസ്റ്റ്യൻ ഗിവ് അവേയിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കേരള സർക്കാർ കുടുംബശ്രീ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ഏത് ദിവസമാണ്? ഓപ്ഷൻസ്: ജൂലൈ 12, ഒക്ടോബർ 16, മെയ് 17, ഓഗസ്റ്റ് 23. ഉത്തരം അറിയാവുന്നവര് കമന്റിൽ രേഖപ്പെടുത്തുക. 3 ക്വസ്റ്റ്യന്റെ ആൻസർ ഒറ്റ കമന്റായിട്ട് രേഖപ്പെടുത്തിയാൽ മതി. ചോദ്യം ഒന്നും കൂടി പറയാം. കേരള സർക്കാർ കുടുംബശ്രീ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ഏത് ദിവസമാണ്? അടുത്ത ക്വസ്റ്റ്യൻ, ഹിമാലയം ഏതുതരം പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ്? ഓപ്ഷൻസ്: ഖണ്ഡപർവ്വതം, മടക്ക് പർവ്വതം, അവശിഷ്ട പർവ്വതം, അവസാദ പർവ്വതം. ശരി ഉത്തരം മടക്ക് പർവ്വതമാണ്. ഹിമാലയം മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത് ഏത് വൈസ്രോയിയുടെ കാലത്തായിരുന്നു? ഓപ്ഷൻസ്: ഇർവിൻ പ്രഭു, ചെംസ്ഫോർഡ് പ്രഭു, ലിൻലിത്കോ പ്രഭു, ഹാർഡിഞ്ച് രണ്ടാമൻ പ്രഭു. ശരി ഉത്തരം ഹാർഡിഞ്ച് രണ്ടാമൻ പ്രഭുവാണ്. 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത് ഹാർഡിഞ്ച് രണ്ടാമൻ പ്രഭുവിന്റെ കാലഘട്ടത്തായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ശ്യാമപ്രസാദ് മുഖർജി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഏതു സംസ്ഥാനത്താണ്? ഓപ്ഷൻസ്: ബംഗാൾ, ഗുജറാത്ത്, ഒഡീഷ, ഉത്തരാഖണ്ഡ്. ശരി ഉത്തരം ബംഗാളാണ്. ശ്യാമപ്രസാദ് മുഖർജി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ബംഗാളിൽ വെച്ചിട്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, 1915 ബർക്കത്തുള്ള ഖാൻ പ്രധാനമന്ത്രിയായി രൂപം കൊണ്ട താൽക്കാലിക ഗവൺമെന്റിൽ വിദേശകാര്യമന്ത്രിയായി സ്ഥാനമേറ്റ മലയാളി ആരാണ്? ഓപ്ഷൻസ്: നായർ സാൻ, മുഹമ്മദ് അബ്ദുറഹിമാൻ, ക്യാപ്റ്റൻ ലക്ഷ്മി, ചെമ്പകരാമൻ പിള്ള. ശരി ഉത്തരം ചെമ്പകരാമൻ പിള്ളയാണ്. 1915 ബർക്കത്തുള്ള ഖാൻ പ്രധാനമന്ത്രിയായി രൂപം കൊണ്ട താൽക്കാലിക ഗവൺമെന്റിൽ വിദേശകാര്യമന്ത്രിയായി സ്ഥാനമേറ്റ മലയാളിയാണ് ചെമ്പകരാമൻ പിള്ള. അടുത്ത ക്വസ്റ്റ്യൻ, 2023 ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് വേദിയായ ബുഡാപെസ്റ്റ് ഏതു രാജ്യത്തിന്റെ തലസ്ഥാനമാണ്? ഓപ്ഷൻസ്: സ്വീഡൻ, ബൾഗേറിയ, ഹംഗറി, ലക്സംബർഗ്. ശരി ഉത്തരം ഹംഗറിയാണ്. 2023 ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയായ ബുഡാപെസ്റ്റ് ഹംഗറി എന്ന രാജ്യത്തിന്റെ തലസ്ഥാനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വനിതാ ശിശുവികസന വകുപ്പിന് കീഴിലുള്ള ശിശു സംരക്ഷണ സ്ഥാപനങ്ങളിലെ കുട്ടികളുടെ സംസ്ഥാന കലോത്സവത്തിന് നൽകിയ പേരെന്ത്? ഓപ്ഷൻസ്: അതുല്യം, വർണ്ണച്ചിറകുകൾ, ശലഭസായാഹ്നം, അതുല്യ. ശരി ഉത്തരം വർണ്ണച്ചിറകുകളാണ്. വനിതാ ശിശുവികസന വകുപ്പിന് കീഴിലുള്ള ശിശു സംരക്ഷണ സ്ഥാപനങ്ങളിലെ കുട്ടികളുടെ സംസ്ഥാന കലോത്സവത്തിന് നൽകിയ പേരാണ് വർണ്ണച്ചിറകുകൾ. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഗിവ് അവേയുടെയും മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം ആരുടെ വരികളാണിവ? ഓപ്ഷൻസ്: ONV കുറുപ്പ്, പ്രഭാവർമ്മ, അക്കിത്തം അച്യുതൻ നമ്പൂതിരി, ബോധേശ്വരൻ. ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയാം. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം ഈ വരികൾ ആരുടേതാണ്?
ഉത്തരം കമന്റിൽ രേഖപ്പെടുത്തുക. ഗിവ് അവേ വിന്നറിനെ 15-ാം തീയതി നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും.